നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റും പൂരി ഉണ്ടാക്കിയാലോ? അപ്പോൾ നിങ്ങളും പോന്നോ, നമുക്ക് ഒത്തുണ്ടാക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്ത നല്ല സവോളയും പിന്നെ അടുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി പിന്നെയാണ് അതിൻ്റെ റോള്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സവോള നല്ലതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. അതിന് ശേഷം കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലാണെങ്കിൽ വെള്ളാംശം ഉണ്ടെങ്കിൽ അതൊക്കെ പോയതിന് ശേഷം നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം അത് എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും കടുക്, കറിവേപ്പില, അടുത്ത് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളകിനെ ഇടാൻ മറക്കല്ലേ കേട്ടോ. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞ ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയല്ല സവോള, അതൊന്ന് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ ഉള്ളിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം നമ്മൾ 4 തക്കാളി അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് കുക്കാവാൻ വേണ്ടി കുറച്ച് നേരം അടച്ച് വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കുക്കായിട്ട് വന്ന സവാളയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം. ഏകദേശം അതിൻ്റെ പച്ചമണം മാറുന്നവരേക്കും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം 1 മിനിറ്റ്. അപ്പോൾ അടുത്ത് നമ്മൾ നല്ല ചൂട് വെള്ളമാണ് അടുത്ത് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത്, അതിൻ്റെ ടേസ്റ്റ് തന്നെ പോകും കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. എന്നിട്ട് നമ്മളുടെ ബോയിൽഡ് എഗ്സും അതിനകത്തിട്ട് കൊടുത്ത്, ഉപ്പാണെങ്കിൽ നിങ്ങൾ ചേർത്തത് ഇത്തിരി അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ പൂരി ഉണ്ടാക്കുന്ന വിധമാണ് കേട്ടോ. നമുക്കിവിടെ പൂരി ആണെങ്കിൽ സെപ്പറേറ്റ് വാങ്ങുന്നില്ല, നമ്മൾ ചപ്പാത്തി തന്നെ ഇതുപോലെ 4 പീസായിട്ട് മുറിക്കുന്നുണ്ട്. ഇതൊരു ടിപ്പും കൂടെയാണ്. ഇത് പലർക്കും ഇത് അറിയാം, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ എണ്ണയിലിട്ട് വറുത്തെടുത്താൽ നമ്മളുടെ ഈസി ആയിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താണ് അടുത്ത പരിപാടി? കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.